പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് രാഷ്ട്രീയ കേരളം ഒന്നാകെ കൈയടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം 2001 ദയനീയമായ തോൽവിക്ക് പിന്നാലെയാണ് വി.ഡി. സതീശനെ പോലെ ഒരു നേതാവ് UDFന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. പ്രതിപക്ഷ നേതൃ പദവിയിലേക്ക് വി.ഡി. സതീശൻ എത്തുന്നത് 2021 അതിനു മുൻപ് നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ തന്റെ കഴിവുകൾ പല കാലങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുള്ള അത് പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അർഹമായ പല സ്ഥാനങ്ങളും വി.ഡി. സതീശന് കയ്യെത്തും ദൂരെ നഷ്ടപ്പെടുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് 2021 തുടർച്ചയായ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവികൾ നൽകിയ ആഘാതം ഏറ്റുവാങ്ങി തകർന്നു നിൽക്കുന്ന UDFനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതൃപദവി ഏൽപ്പിക്കുന്നത്. അവിടെ നിന്നും ഫിനിഷ് പക്ഷിയെ പോലെ UDF കുതിച്ചുയർന്നുകൊണ്ട് കൂടുതൽ ഊർജ്ജം കൈവരിച്ചുകൊണ്ട് പുതിയ ഊർജ്ജം നേടിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 5 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അടുത്ത ഒരു ഭരണമുന്നണി എന്നുള്ള നിലയിലേക്ക് UDFനെ മാറ്റിമറിക്കാൻ വി.ഡി. സതീശന്റെ നേതൃപാടവങ്ങൾക്ക് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ഈ 5 വർഷ കാലയളവിനിടയ്ക്ക് നിരവധി തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിലൊക്കെ തന്നെയും UDF മുന്നേറ്റമുണ്ടാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 20-ൽ 18 സീറ്റുകൾ നേടിക്കൊണ്ട് UDF അത്യുജ്വലമായ ഒരു പ്രകടനം നടത്തി. മാത്രവുമല്ല, ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2010 ശേഷം UDFന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തിളക്കമാർന്ന ഒരു വിജയം നേടാനായിട്ട് UDFന് മുന്നണിക്ക് കഴിഞ്ഞു. അതിലുപരി ഇതിനിടയിൽ നടന്ന ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും വിജയിക്കാനും ചേലക്കരയിൽ തോറ്റെങ്കിലും അവിടെ LDFന്റെ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയ്ക്കാനും കഴിയുന്ന തരത്തിൽ മികച്ച പ്രകടനം നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ പോലെ ഒരു മണ്ഡലം LDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ വരെ UDFന് കഴിഞ്ഞു. അത്തരത്തിൽ UDFനെ തിളക്കമാർന്ന ഒരു പ്രകടനത്തിലേക്ക് ഒരു മികച്ച ഒരു മുന്നണി എന്നുള്ള നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് പരുവപ്പെടുത്തിയെടുക്കാനായിട്ട് വി.ഡി. സതീശൻ വഹിച്ച പങ്ക് ചെറുതല്ല. അതിനകത്ത് കോൺഗ്രസിന്റെ UDFന്റെ ഒക്കെ തന്നെ സമുന്നതരായ പല നേതാക്കളുടെയും പങ്ക് വിസ്മരിക്കുന്നില്ല. എങ്കിൽ പോലും UDFന്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് തുടർച്ചയായ 2 തോൽവികളുടെ ആഘാതത്തിൽ തകർന്നു പോയിരിക്കുന്ന UDFന്റെ അണികൾക്ക് നേതാക്കൾക്കൊക്കെ തന്നെയും ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അവരെ കരുത്തോടെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു കുടക്കീഴിൽ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വി.ഡി. സതീശൻ വഹിച്ച പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ വിജയിക്കുന്ന ഒരു മുന്നണിയായിട്ട് അല്ലെങ്കിൽ 2026 അധികാരത്തിലേറാൻ പോകുന്ന ഒരു മുന്നണിയായിട്ട് UDFനെ മാറ്റിമറിച്ച വി.ഡി. സതീശന് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം കയ്യടിക്കുന്നത്. പ്രത്യേകിച്ചും UDFന്റെ അണികൾ ഒന്നടങ്കം അദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം UDFനെ സംബന്ധിച്ച് മുൻകാലങ്ങളിലൊക്കെ തന്നെ സീറ്റ് വിഭജനവും എല്ലാം സ്ഥാനാർത്ഥികളുടെയും ഒക്കെ തന്നെ വലിയ കീറാമുട്ടിയെ നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ ഇത്തവണ UDFനെ സംബന്ധിച്ച് UDFിലെ ഘടകകക്ഷികൾക്ക് നിരവധി കക്ഷികൾ ചേർന്ന ഒരു മുന്നണിയാണ് UDF. പേര് പോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ജനാധിപത്യപരമായിട്ട് എല്ലാം ചർച്ച ചെയ്ത് സീറ്റ് വിഭജനം ഉൾപ്പെടെ നിർണ്ണയിക്കുന്ന ഒരു മുന്നണിയാണ്. അവിടെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ, ഒരു അപശബ്ദം പോലും ഇല്ലാതെ, ഒരു എതിർശബ്ദം പോലും ഉണ്ടാക്കാൻ വരാത്ത രീതിയിലാണ് UDFിലെ സീറ്റ് വിഭജനം പൂർത്തിയായത്. ഇന്നലെയാണ് അത് പ്രഖ്യാപിച്ചത്. ആരും അറിയാതെ, സാധാരണഗതിയിൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ ദിവസങ്ങളോളം നീളുന്ന ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ തന്നെ വലിയ വാർത്തയായിട്ട് വരുന്ന പൊട്ടിത്തെറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒന്നായിരുന്നു UDFിലെ സീറ്റ് വിഭജന ചർച്ചകൾ. എന്നാൽ ഇത്തവണ അതിനൊന്നും തന്നെ യാതൊരു സ്കോപ്പും ഉണ്ടായില്ല. നേരത്തെ UDFിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും, കേരള കോൺഗ്രസ് പിടിവാശി കാണിക്കും, അതൊക്കെ തന്നെ പ്രതിസന്ധിയാകുമെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വാർത്ത സൃഷ്ടിക്കാനൊക്കെ മാധ്യമങ്ങൾ ശ്രമിച്ചെങ്കിലും അതൊന്നും തന്നെ വിലപ്പോയില്ല. അതിനൊന്നും അധികം ആയുസുണ്ടായിരുന്നില്ല. വളരെ സ്മൂത്തായിട്ട്, ഒരു ഇല പൊഴിയുന്ന ശബ്ദം പോലും ഇല്ലാതെ സ്മൂത്തായിട്ട് UDFിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അത് വി.ഡി. സതീശന്റെ ഒരു നയചാരുതയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് അതിന് പിന്നിൽ. അദ്ദേഹത്തിന് ഘടകകക്ഷികളായിട്ടുള്ള എല്ലാ പാർട്ടികളുടെയും പിന്തുണയുണ്ട്. എല്ലാ പാർട്ടികളുമായിട്ടും എല്ലാ നേതാക്കളുമായിട്ടും അദ്ദേഹം മികച്ച വ്യക്തിബന്ധം പുലർത്തുന്നുണ്ട്. ആ ഒരു നീക്കമാണ് ഈ പറയുന്ന പോലെ UDFിലെ സീറ്റ് വിഭജനം വളരെ സ്മൂത്തായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചത്. 140 സീറ്റുകളിൽ 95 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 27 സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട്. 8 സീറ്റുകളാണ് കേരള കോൺഗ്രസ് മത്സരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ അവർ 10 സീറ്റുകൾ മത്സരിച്ചതാണ്. ആ 10 സീറ്റുകളിൽ 2 സീറ്റുകൾ അവരുടെ പ്രധാനപ്പെട്ട സീറ്റുകളായി ഇടുക്കിയും ഒപ്പം തന്നെ ഏറ്റുമാനൂർ പോലെയുള്ള 2 സുപ്രധാന സീറ്റുകൾ ഇത്തവണ കോൺഗ്രസിന് കൈമാറാൻ പോലും കേരള കോൺഗ്രസ് തയ്യാറായി. അപ്പോൾ അത്തരത്തിൽ മികച്ച ഒരു നയതന്ത്ര നീക്കമാണ് വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ RSP 5 സീറ്റുകളിൽ മത്സരിക്കുന്നു. ശേഷിക്കുന്ന 5 പാർട്ടികൾ അവർ ഓരോ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗമുണ്ട്. ഒപ്പം തന്നെ CMP ഉണ്ട്.
ഒപ്പം തന്നെ RMP മത്സരിക്കുന്നുണ്ട്, മാണി സി കാപ്പന്റെ പാർട്ടി ഒരു സീറ്റിൽ മത്സരിക്കുന്നു. ഒപ്പം തന്നെ ഒരു സീറ്റ് അടുത്തിടയ്ക്ക് UDF-ലെ അസോസിയേറ്റ് അംഗമായിട്ട് വന്ന തൃണമൂൽ കോൺഗ്രസിനും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ മികച്ച രീതിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ UDF-ന് കഴിഞ്ഞു എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തത് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിനുള്ളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ മുൻകാലങ്ങളിൽ അങ്ങേയറ്റം പ്രകമ്പനമാകുന്ന അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന കോൺഗ്രസിലെ പൊട്ടിത്തെറികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന കാലങ്ങളാണ് നേരത്തെയൊക്കെ തന്നെയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് എങ്കിൽ ഇത്തവണ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ സ്ഥാനാർത്ഥി മോഹികളെല്ലാം തന്നെ ഡൽഹിയിലെത്തി കേരള ഹൗസിൽ തമ്പടിച്ചുകൊണ്ട് ദിവസങ്ങളോളം ആഴ്ചകളോളം അവിടെ ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിനായിട്ട് സമ്മർദ്ദം ചെലുത്തുന്ന അതിന്റെ വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും കോൺഗ്രസിൽ ഉണ്ടായില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2 ദിവസം മുൻപാണ് കോൺഗ്രസിന്റെ ഒന്നാം ഘട്ടത്തിലെ 55 സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചത്. ആ പട്ടിക പ്രഖ്യാപനത്തിന് ശേഷം ഒരിടത്ത് പോലും ഒരു അപശബ്ദം പോലും ഉണ്ടായില്ല എന്നതാണ്. ഒരു സ്ഥാനാർത്ഥിക്കെതിരെയും ഒരു മണ്ഡലങ്ങളിലും ഒരു വിഷയം പോലും ഉണ്ടായില്ല, ഒരു എതിർപ്പ് പോലും ഉണ്ടായില്ല. ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ, എതിർപ്പുകൾ ഉണ്ടായെങ്കിൽ പോലും അതൊക്കെ തന്നെ പരിഹരിക്കാനായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് മികച്ചൊരു നിരയെ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കാനായിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു. അതിനു പിന്നിലും VD സതീശന്റെ ഒരു കൈകൾ, അദ്ദേഹത്തിന്റെ പ്രയത്നം അത് നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ, ഒരു പ്രതിസന്ധിയും സൃഷ്ടിക്കാതെ തന്നെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയുക എന്നത് അങ്ങേയറ്റം ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. മാധ്യമങ്ങളൊക്കെ തന്നെ എപ്പോഴും വാർത്തകളൊക്കെ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു എന്നാണ്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ്, അതായത് 15-ാം തീയതിയാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം അടുത്ത ദിവസം കേരളത്തിലെ നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിൽ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുമായിട്ടുള്ള ചർച്ചയ്ക്കായിട്ട് അവിടെ എത്തി. എന്നാൽ അതിന്റെ അധ്യക്ഷനായിട്ടുള്ള AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് ആ യോഗം നടന്നില്ല. പിന്നീട് ചൊവ്വാഴ്ചയാണ് യോഗം നടക്കുന്നത്. ചൊവ്വാഴ്ചത്തെ ഒരു ദിവസത്തെ ചർച്ചയിൽ, അതിൽ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും കേരളത്തിലെ ചർച്ചകൾ മാത്രമല്ല നടക്കുന്നത്. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലാണ് ഈ ഒരേ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ തമിഴ്നാട്, ഒപ്പം തന്നെ അസം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ഈ പറയുന്ന AICCക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ദിവസത്തിലെ ചർച്ചയിൽ 3-4 മണിക്കൂറാകും കേരളത്തിലെ ചർച്ച നടക്കുക. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഏതാനും മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഈ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇന്നലെ സമാനമായ രീതിയിൽ 3-4 മണിക്കൂറത്തെ ചർച്ചയ്ക്കൊടുവിൽ അടുത്ത 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പൂർത്തിയായിട്ടുണ്ട്. ഏതാണ്ട് 40 പേരടങ്ങുന്ന 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും അണിയറയിൽ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. വരും മണിക്കൂറുകൾ തന്നെ ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും. അത്തരത്തിൽ 95 സ്ഥാനാർത്ഥികളെയും കോൺഗ്രസിന് ഒരു പ്രശ്നവുമില്ലാതെ, യാതൊരു പ്രതിസന്ധിയുമില്ലാതെ, ഒരു വിമതസ്വരവും ഉയർത്താൻ അനുവദിക്കാത്ത തരത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളം നിറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ തീരുമാനത്തിനും അത്തരമൊരു നീക്കത്തിലും പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ള പങ്ക് നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയില്ല. ഒരു കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ, സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ വിഷയങ്ങളിലൊക്കെ എടുത്തിരിക്കുന്ന അവധാനപൂർവമായിട്ടുള്ള സമീപനങ്ങൾ, നിലപാടുകളൊക്കെ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. മുൻകാലങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും ഒരു നിലപാടിൽ നിന്നും അദ്ദേഹത്തെ പിന്നോട്ട് അടിക്കാൻ കഴിയത്തില്ല. തന്റെ ബോധ്യത്തിനനുസരിച്ച് നിലപാടെടുക്കാനും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനും അത് വിജയത്തിലേക്ക് നയിക്കാനും VD സതീശനുള്ള കഴിവ് അപാരം തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. UDF-നെ ഒരൊറ്റക്കെട്ടായിട്ട് ഒരു കുടക്കീഴിൽ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം എപ്പോഴും പറയുന്ന വാക്കാണ് ടീം UDF എന്നത്. അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഒരു അപസ്വരങ്ങളും മുന്നണിയിലോ പാർട്ടിയിലോ ഇല്ലാത്ത വിധത്തിൽ UDF-നെ ഒന്നാകെ മുന്നോട്ട് കൊണ്ടുപോകാൻ VD സതീശൻ കാണിക്കുന്ന ഒരു നയചാതുരി അത് അങ്ങേയറ്റം പ്രശംസനീയമായ ഒന്ന് തന്നെയാണ്. അതിന് കേരളത്തിലെ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം കൈയടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കാണാൻ കഴിയുന്നത്.